नमस्ते छात्रों, पिछली 2 कक्षाओं में हमने मधु ऋतु कविता का अध्ययन किया। इसकी मुख्य विशेषताएं क्या क्या है, आज हम इस पर चर्चा करेंगे। इसकी सबसे बड़ी विशेषता प्रकृति का मानवीकरण है। माने प्रकृति में मानवीय चेष्टाओं का आरोप किया है कवि ने। प्रकृति दृश्य का वर्णन करते करते पाठक के मन में मानवीय अनुभूतियाँ जगाने में कवि सक्षम हुए हैं। देखिए, प्रथम पंक्ति में भूलीसी, മറന്നതുപോലെ തെറ്റിപ്പോയതുപോലെ, उसी प्रकार നൈ വ്യഥ, വ്യഥ വേദന ദുഃഖം, ഇതൊക്കെ മനുഷ്യൻ്റെ ചേഷ്ടകളാണ്. മധുഋതു കവിതയുടെ വിശേഷതകൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷതയായി നമുക്ക് പറയാൻ പറ്റുന്നത് പ്രകൃതി വർണ്ണിക്കുന്നതിനോടൊപ്പം മനുഷ്യൻ്റെ ചേഷ്ടകൾ കവി പ്രകൃതിയിലൂടെ നമ്മെ കാണിച്ചു തരികയാണ്. ഇവിടെ മനുഷ്യൻ്റെ പ്രണയാനുഭൂതിയെ കവി പ്രകൃതി ദൃശ്യങ്ങളിലൂടെ ഇണക്കി ചേർത്തിരിക്കുകയാണ്. ഒരുപാട് വരികളിൽ നമുക്ക് മാനവീയ അനുഭൂതിയാ ഹം ദേഖ് സക്തേ ഹൈ. ഭൂലീസി എന്ന പ്രയോഗം, നൈ വ്യഥ എന്ന പ്രയോഗം, और चुंबन लेना, और राग रंगना, अरुण अधर आदि बहुत सारी पंक्तियों में बहुत सारे शब्द मानवीय अनुभूतियों को सूचित करते हैं. तो मधुऋतु कविता की सबसे बड़ी विशेषता प्रकृति का मानवीकरण है. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മുടെ പ്രധാന ചോദ്യം ആസ്വാദനമാണ്. മറ്റ് 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക് ചോദ്യങ്ങളും ഇതിൽ നിന്നുണ്ടാകാം. അപ്പോൾ കവിതയുടെ പൂർണ്ണമായ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നമ്മൾ സക്ഷമരായാൽ നമുക്ക് ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ മധുഋതു കവിതയുടെ ആസ്വാദനിൽ വരേണ്ട ഒരു പ്രധാന പോയിൻ്റാണ് മധുഋതു കവിത में प्रकृति का मानवीकरण हुआ है. അല്ലെങ്കിൽ മധുഋതു കവിത की सबसे बड़ी विशेषता प्रकृति का मानवीकरण है. അതിന് ചേരുന്ന ഏതെങ്കിലും 1-2 ഉദാഹരണവും സൂചിപ്പിക്കാൻ കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് കുറച്ചേറെ മനോഹരമാവും. ഉസി പ്രകാർ ദൂസരി വിശേഷത, രണ്ടാമത്തെ വിശേഷതയായി നമുക്ക് പറയാൻ കഴിയുന്നത് പ്രകൃതി വർണ്ണൻ തന്നെയാണ്. പ്രകൃതി വർണ്ണൻ കവിതയുടെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാം. നോക്കൂ, മധുഋതു, ചോട്ടി കുടിയ, नीड, वसुधा, नभ, चारखंड, पदच्छर, सूखे तिनका, अंकुर चूड़ना, पल्लव पुलकित होना, किसलय का लघु भव, मलयानिल की लहरें आना, नलिन खिलना, जवा कुसुम की तरह उषा खिलना, ऐसे बहुत सारे प्रकृति दृश्यों का वर्णन अति सुंदर रूप से कवि ने किया है. ഇതിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ വർണ്ണന ഉദാഹരണമായി കാണിച്ചുകൊണ്ട് മധുഋതുവിൻ്റെ പ്രകൃതി വർണ്ണനകളെക്കുറിച്ച് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ പ്രതിപാദിക്കാവുന്നതാണ്. उसी प्रकार तीसरी एक विशेषता है प्रेमानुभूति या प्रणयानुभूति. मन में प्रणयानुभूति जगाने वाली अनेक पंक्तियां कविता में हैं. മനസ്സിൽ പ്രണയ അനുഭൂതി ഉണർത്തുന്ന ധാരാളം നിമിഷങ്ങൾ, ധാരാളം വരികൾ ഈ കവിതയിലുണ്ട്. നോക്കൂ, ജവാ കുസുമസി ഉഷാ खिलेगी मेरी लखु प्राजी में हंसी भरे उस अरुण अधर का राग रंगेगा दिन को. അവളുടെ ചുമന്ന പ്രഭാതത്തിലെ കാഴ്ച കാണുമ്പോൾ അവളുടെ ചുമന്ന ചുണ്ടിലെ ചിരിയായും അതെൻ്റെ ദിവസം മുഴുവൻ എന്നെ അനുരാഗവനാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക്
ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയാനുഭൂതി തീർച്ചയായും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ വരികൾ അതുപോലെ മനോഹരമായത് ഉണ്ട്. വേറൊന്ന്, സിഹർ ഭരി കംതി ആവേഗി മലയാനിൽ കി ലഹരെ ചുംബന ലേക്കർ ഔർ ജഗാക്കർ മാനസ് നയന നളിൻകോ. മലയാളിൻ്റെ ചുംബനമേറ്റ് വിടരുന്ന താമരപ്പൂവിൻ്റെ വർണ്ണനയും അതിമനോഹരമാണ്. അപ്പോൾ ഇങ്ങനെ പ്രണയാനുഭൂതി എന്ന വിശേഷത വർണ്ണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വരി കോട്ട് ചെയ്യാവുന്നതാണ്. ഉസി പ്രകാർ നാലാമത്തെ ഒരു പ്രധാന വിശേഷതയായി നമുക്ക് പറയാവുന്ന ഒന്നാണ് സൗന്ദര്യാനുഭൂതി. പ്രകൃതി സൗന്ദര്യമാവട്ടെ മാനവ സൗന്ദര്യമാവട്ടെ സൗന്ദര്യത്തിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ഒരു കവിതയാണിത്. ഈ കവിതയുടെ വരികൾ നമുക്ക് പ്രകൃതിയിലെ സുന്ദരമായ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പടം വരച്ചതുപോലെ നിറച്ചു നിർത്തുകയാണ്. ജവാ കുസുമസി ഉഷാഖിലേകി, ചുമന്ന പൂക്കൾ വിടരുന്ന പോലെ വിടർന്നു വരുന്ന പ്രഭാതം. പ്രഭാതത്തെ എത്രത്തോളം സൗന്ദര്യമുള്ള ഒരു പ്രഭാതത്തെ വെറും 2-3 വാക്കുകൊണ്ട് കവി വർണ്ണിച്ചിരിക്കുന്നത്. ആ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ കിസലൈക്ക ലഘുഭവ്, ചുമന്ന തളിരിലകളുടെ ഒരു ചെറിയ ലോകം. അങ്ങനെ പിന്നെ നിഷിമേ മധുർ തുഹിൻകോ അന്തരീക്ഷിച്ചിടേക അല്ലേ. അപ്പം ശശികിരണങ്ങൾ വരുന്നത് വർണ്ണിക്കുന്നതോ കൂരിരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ശശികിരണങ്ങൾ വരികയും അന്തരീക്ഷം മഞ്ഞുതുള്ളി പൊഴിക്കുകയും ചെയ്യുന്ന രാത്രിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യം. ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനയിൽ ഈ സൗന്ദര്യാനുഭൂതി നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നതിൽ കവി പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ एक बार और कविता की मुख्य विशेषताएं प्रकृति का मानवीकरण, प्रकृति वर्णन, प्रणयानुभूति, सौंदर्यानुभूति और देखिए चित्रमयता. एक और विशेषता है चित्रमयता. ചിത്രം വരച്ചതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ. ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഭൂപ്രദേശം, പൂക്കളും ചെടികളും കാറ്റും വള്ളിക്കുടിലും താമരക്കുളവും ഒക്കെയുള്ള നല്ലൊരു പ്രദേശത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരികയും രാത്രിയിൽ നിറയെ ചന്ദ്രികയുള്ള നിലാവുള്ള ആ പ്രകൃതി ദൃശ്യം, അതിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്ന കുളിരുള്ള നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ കവിതയിലൂടെ മനോഹരമായ ഒരു ചിത്രം മനസ്സിൽ വരയ്ക്കുകയും ആ മനോഹരമായ ചിത്രം സൗന്ദര്യം ഭാവനയും പ്രണയഭാവനയും പ്രകൃതി ദൃശ്യങ്ങളുടെ മനോഹരമായൊരു ലോകവും ആ ദൃശ്യങ്ങളിലൂടെ മനുഷ്യൻ്റെ ചേഷ്ടകളെയും ചിത്രീകരിക്കുന്ന അതിമനോഹരമായ കവിത. ഇതുപോലെ ഈ കവിതയിലുള്ള മറ്റു വിശേഷതകളിലൊന്നാണ് ലാക്ഷണികത. ലാക്ഷണികത എന്ന് പറഞ്ഞാൽ കവി ലക്ഷ്യം വയ്ക്കുന്ന അർത്ഥം ആയിരിക്കില്ല നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കവി പ്രകൃതിയെയും വസന്ത ഋതുവിനെയും അവരുടെ പ്രണയത്തെയും വർണ്ണിക്കുന്നു. യഥാർത്ഥത്തിൽ കവി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു പ്രേമികയുടെ ഇടയിൽ നടക്കുന്ന മാനവീയ പ്രണയാനുഭൂതി തന്നെയാണ്. അതുപോലെ തന്നെ മലയാനിലിൻ്റെ ഓളങ്ങൾ, മലയാനിലിൻ്റെ വരവ് നളിനെ, താമരപ്പൂവിൻ്റെ മൊട്ടിനെ ചുംബിച്ചുണർത്തുന്നു. അവിടെ അദ്വൈതവാദിലേക്ക്, ആധ്യാത്മിക ലോകത്തേക്ക് കവി സൂചനകൾ നൽകുന്നു. അതായത് കവി വാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രകൃതിയുടേതാണെങ്കിലും അർത്ഥമാക്കുന്നത് മറ്റൊരു തലത്തിലെ സംഭവങ്ങളെയാണ്. അങ്ങനെ ലാക്ഷണികമായി സംസാരിക്കുന്നു, ലക്ഷ്യാർത്ഥം മറ്റൊന്നാകുന്നു. ഇനി മറ്റൊരു പ്രത്യേകതയായി നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് കാൽപ്പനികത. കാൽപ്പനികമായ, കൽപ്പനയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന
ഒരു കഥ പോലെ മനോഹരമാണ് കവിത. നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളേക്കാൾ ഉപരി നമ്മുടെ സ്വപ്നത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് കവിതയിൽ പൂർണ്ണമായുമുള്ളത്. അതുകൊണ്ട് തന്നെ കവിതയുടെ വിഷയം കാൽപ്പനികമാണ്. കാൽപ്പനികത കവിതയിലുടനീളം കാണാൻ കഴിയും. അതിനും ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട് അല്ലേ? എല്ലാ വരികളും സിഹർ ഭരി കംതി ആവേഗി മലയാനിൽ കീ ലഹരയും. ഒരു മലയാളിൻ വരുന്നത് എങ്ങനെയാണെന്ന് സങ്കല്പിച്ചിരിക്കുകയാണ്. അവിടെ സങ്കല്പമാണ്, കൽപ്പനയാണ്. അടുത്ത് മധുരത, സ്വീറ്റ്നെസ് അല്ലേ? സ്വീറ്റാണ് കവിത. വളരെ മധുരം തരുന്ന ഒന്നാണ് നമുക്ക്. ഒരല്പം പോലും മനസ്സിന് വിഷമമോ ദുഃഖമോ ഉണ്ടാക്കാതെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന, സ്വീറ്റ്നെസ് നിറയ്ക്കുന്ന ഒരു കവിത. സരസത, രസകരമായ കവിത. ഒരു വിരസതയും നമുക്ക് അനുഭവപ്പെടാതെ തുടക്കം മുതൽ അവസാനം വരെ രസകരമായ, അതിൻ്റെ ഭാഷാശൈലിയാവട്ടെ കോമള കാന്ത് പദാവലി, വളരെ സോഫ്റ്റായിട്ട്. കോമളം എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്. കാന്ത് മനോഹരം, വളരെ മൃദുലമായ വാക്കുകൾ, മനോഹരമായ വാക്കുകളുടെ ഒരു കൂട്ടം തന്നെ, പദങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പാടാനൊക്കെ എന്തൊരു സുഖമാണല്ലേ? നോക്കൂ, എല്ലാ വരികളിലും ആ ഭംഗി നമുക്ക് കാണാം. അന്തരീക്ഷിച്ചിടുക്കേഗ കണ് നിഷിമേ മധുർ തുഹിൻകു ജവാകുസുമസി ഉഷാഖിലേഗി മേരി ലഖു പ്രാജീമേ. ഓരോ വരിയും നമുക്ക് വായിക്കാനും പറയാനും എന്തൊരു രസമാണ്. ഇത്രയേറെ, ഇതിലും ഇനിയും നിങ്ങൾ കവിതയിലേക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ധാരാളം വിശേഷതകൾ കാണാൻ കഴിയും. ഞാനിവിടെ ഏകദേശം 10 വിശേഷതകൾ വരെ നിങ്ങളോട് സംസാരിച്ചു. നോക്കൂ ഒന്നുകൂടി. പ്രകൃതി കാ മാനവീകരൺ, പ്രകൃതി വർണ്ണൻ, പ്രേമാനുഭൂതി അല്ലെങ്കിൽ പ്രണയാനുഭൂതി, സൗന്ദര്യാനുഭൂതി, ചിത്രമയത, लाक्षणिकता, काल्पनिकता, मधुरता, सरसता और कोमल कांत पदावली, ये सब विशेषताएं सच में केवल एक कविता की नहीं है. ഈ ഒരു കവിതയിൽ മാത്രം കാണുന്ന ഒരു വിശേഷതയല്ല ഇവയെല്ലാം. കേവലം മധുഋതു എന്ന കവിതയുടെ മാത്രം വിശേഷതയല്ല ഈ വിശേഷതകൾ. പൊതുവായി ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കവിതകൾക്കും ഈ വിശേഷതകളുണ്ടായിരുന്നു. നിങ്ങൾ മുൻപ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളുടെ സ്കൂളിലെ കവിതകളിൽ നിങ്ങൾ ഈ ഒരു പ്രത്യേക വിശേഷതകളുള്ള കവിതകൾ പഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പേര് ഛായാവാദ് എന്നാണ്. ഛായാവാദ് യുഗിലെ എല്ലാ കവിതകളും ഇതുപോലെ മനോഹരമാണ്. അവയിൽ പ്രകൃതി വർണ്ണനകളുണ്ട്, അവയിൽ പ്രണയാനുഭൂതിയുണ്ട്, പ്രകൃതി കാ മാനവീകരണമുണ്ട്, സൗന്ദര്യാനുഭൂതിയുണ്ട്, ചിത്രമയതയുണ്ട്, ലാക്ഷണികത, കാൽപ്പനികത, മധുരത, സരസത, കോമളകാന്ത പദാവലി, ഈ എല്ലാ വിശേഷതകളുമുണ്ട്. അപ്പോൾ ഛായാവാദിലെ പ്രധാനപ്പെട്ട എല്ലാ വിശേഷതകളും ചേർന്ന അതിമനോഹരമായ ഒരു കവിതയാണ് മധുഋതു. ഈ ആശയമാണ് നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അപ്പോൾ ഛായാവാദ് കാലഘട്ടത്തിലെ കവിതകളുടെ പ്രധാന വിശേഷതകളാണ് ഈ വിശേഷതകൾ. മധുഋതുവിലും ഛായാവാദ് കാലഘട്ടത്തിലെ പ്രധാന വിശേഷതകളെല്ലാമുണ്ട്. അതുകൂടാതെ പ്രസാദിൻ്റെ ഒരു പ്രത്യേക ശൈലി കൂടി വന്നിട്ടുണ്ടല്ലേ? എന്താ? ഗീതി ശൈലി. പാടി മനോഹരമായി പാടാൻ കൂടി കഴിയുന്ന രീതിയിലുള്ള കവിതകളാണ് പ്രസാദിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ജയശങ്കർ പ്രസാദ് എന്ന ഛായാവാദ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കവി, അദ്ദേഹത്തിൻ്റെ ഗീതി ശൈലിയിലുള്ള അതിമനോഹരമായ ഒരു കവിതയാണ് മധുഋതു. ഛായാവാദ് युग के प्रसिद्ध कवि जयशंकर प्रसाद की गीति शैली की एक सुंदर कविता है मधुऋतु. ഛായാവാദിൽ 4 പ്രമുഖ കവികളാണ് ഉണ്ടായിരുന്നത്. ഇവർ 4 പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കവിതകളാണ് എഴുതിയിരുന്നത്, അതുപോലെ പ്രസിദ്ധരും. നിങ്ങൾക്കറിയാവുന്ന കവികൾ തന്നെയാണ് അവരെല്ലാവരും. ജയശങ്കർ പ്രസാദ്, പിന്നെ ആരാണ്? മഹാദേവി വർമ്മ,
സുമിത്രാനന്ദൻ പന്ത് और സൂര്യകാന്ത് ത്രിപാഠി നിരാല. ഛായാവാദ് യുഗിൻ്റെ പ്രത്യേകതകളും ആ പ്രത്യേകതകളെല്ലാമുള്ള ഒരു കവിതയാണ് മധുഋതു എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ 10 പ്രത്യേകതകളെങ്കിലും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മധുഋതു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യുകയും ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യാം. तो अगली कक्षा में फिर मिलेंगे. धन्यवाद बच्चों. और सूर्यकांत त्रिपाठी निराല. ഛായാവാദ് യുഗിൻ്റെ പ്രത്യേകതകളും ആ പ്രത്യേകതകളെല്ലാമുള്ള ഒരു കവിതയാണ് മധുഋതു എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ 10 പ്രത്യേകതകളെങ്കിലും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മധുഋതു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യുകയും ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യാം. तो अगली कक्षा में फिर मिलेंगे. धन्यवाद बच्चों.